തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് മാമ്പഴവും വെള്ളരിക്കയും മോരുകറി വയ്ക്കുകയാണ്. സാധാരണ എല്ലാ വീടുകളിലും വിഷുവിന് മാമ്പഴക്കറി വയ്ക്കാറുണ്ട്. നമുക്കും വയ്ക്കാം. പലരും പലതരത്തിലുമാണ് വയ്ക്കണേ. ഞാൻ ഒരു പഴയ കാലത്തുണ്ടാക്കുന്നൊരു മാമ്പഴക്കറിയാണ് ഉണ്ടാക്കണേ. നമുക്ക് നോക്കാം. മാമ്പഴക്കറിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: വെള്ളരിക്ക, മാമ്പഴം, തൈര്, ഉലുവാപ്പൊടി, കടുക്, വറ്റൽമുളക്, ഉപ്പ്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ. ഇനി നമുക്ക് വെളിച്ചെണ്ണ, കരിവേപ്പില, കുറച്ച് ശർക്കര എല്ലാം വേണം. അത് ഞാൻ തയ്യാറാക്കുമ്പോൾ കാണിക്കാം. ഇപ്പോൾ നമുക്ക് വെള്ളരിക്ക ക്ലീനാക്കാം. മാമ്പഴം നേരത്തെ ഞാൻ തോല് കളഞ്ഞ് ക്ലീനാക്കി വച്ചിട്ടുണ്ട്. വെള്ളരിക്ക ക്ലീനാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളരിക്ക തൊണ്ട് കളഞ്ഞ് ക്ലീനാക്കി നമുക്കിത് കുറച്ച് വലിയ കഷ്ണമായിട്ട് അരിയാം. ഏതാണ്ട് ഇതുപോലെ അരിയാം. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക നുറുക്കിക്കഴിഞ്ഞു. ഈ രീതിയിൽ നമ്മൾ നുറുക്കിയെടുത്തു. മാങ്ങ അതുപോലെ തന്നെ. ഞാൻ ഈ മാമ്പഴത്തിൻ്റെ രണ്ട് വശവും ചെറുതായിട്ട് പൂളി നോക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കേടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇത്രേ ഉള്ളൂ, ചെറുതായിട്ടുള്ളൂ. ഇത്ര മാത്രം നോക്കും. ഇല്ല, നല്ല മാമ്പഴം കേട്ടോ, അത്ര മതി. ഇപ്പം നമ്മുടെ മാമ്പഴം വെള്ളരിക്ക റെഡിയായി. നമുക്ക് തയ്യാറാക്കാൻ പോവാം കേട്ടോ. നമ്മൾ മാമ്പഴക്കൂട്ടാൻ വയ്ക്കാനുള്ള ഉരുളി അടപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വെള്ളരിക്ക ഇടുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇടുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ വെള്ളരിക്ക വേവാൻ മാത്രമുള്ള വെള്ളം ഇതിലൊഴിക്കുകയാണ്. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഇതിൻ്റെ കറക്റ്റ് അടപ്പ് എവിടെയോ പോയി. അത് കാരണം ഞാൻ ഇതിങ്ങനെ വെച്ചടയ്ക്കുകയാണ്.
ഇപ്പം നമ്മൾ വെള്ളരിക്ക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. ഇതൊരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോഴേ നമ്മൾ മാമ്പഴം ഇടുള്ളൂ. നമുക്ക് വെള്ളരിക്ക വേവുമ്പോഴത്തേക്കും നമുക്കിതിൽ അരപ്പ് റെഡിയാക്കാം. ഏകദേശം നമുക്ക് 1 ലിറ്റർ തൈരും 1 തേങ്ങയും വേണം ഈ മാമ്പഴക്കൂട്ടാൻ റെഡിയാവാൻ. ഇപ്പം ഇതൊരു തേങ്ങയായി. 1/2 സ്പൂൺ ജീരകം ഇടുകയാണ് ഇതിനകത്ത്. പച്ചമുളക് നേരത്തെ പറയാൻ മറന്നുപോയി. ഇപ്പം ഇതിൽ പച്ചമുളകും ജീരകവും തേങ്ങയും ഇത് നമ്മൾ നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മളുടെ അരപ്പ് റെഡിയായി. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക വെന്ത് കാണും, നോക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളരിക്ക 3/4 വെന്തു. ഇനി നമുക്കിതിലേക്ക് ഈ മാമ്പഴം ഇടാം. മാമ്പഴത്തിന് അധികം വേവില്ല. ഒരു 3-4 തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാമ്പഴവും വെള്ളരിക്കയും വെന്ത് പാകമായി. നമുക്കിപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർക്കാം. തിന്നൂല. നമ്മൾ ജാറ് കഴുകി കുറച്ച് തിളപ്പിച്ച അരിയ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാമ്പഴവും വെള്ളരിക്കയും അരപ്പ് ചേർത്തു. ഇതിനി തിളച്ച് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് തൈര് അടിച്ചു കൊണ്ടുവരാം. മിക്സിയിലിട്ട് ഒരു കറക്കം. ഒരേ ഒരു കറക്കം. ഇപ്പം നമ്മുടെ മാമ്പഴക്കൂട്ടാൻ എല്ലാം വെന്ത് റെഡിയായി. അരപ്പൊക്കെ ചേർത്ത് നമുക്കിതിലേക്ക് തൈര് ഒഴിക്കാം. തൈര് കടഞ്ഞ് നമ്മൾ മോരാക്കിയത്. നമ്മുടെ മാമ്പഴക്കൂട്ടാൻ റെഡിയായി. പക്ഷേ ഇത് ഞാൻ സ്റ്റൗ കിടത്തി. തിളയ്ക്കാൻ പാടില്ല. തിളച്ചാലത് മോര് പിരിഞ്ഞു പോവും. നമ്മളിതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി ഇടുക. 1 സ്പൂണില്ല, എന്നാലും ഇട്ടു. അതുപോലെ തന്നെ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അധികം ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ
നമ്മൾ മാമ്പഴക്കൂട്ടാൻ കടുവറക്കാൻ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചീനച്ചട്ടി. ഇപ്പോൾ നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. നമ്മൾ കടുകിടുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫാക്കുക കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്യൊക്കെയാണ്. ലാസ്റ്റ് കരിവേപ്പില ഇടുള്ളൂ. അങ്ങനെ നമ്മളുടെ വിഷു സ്പെഷ്യൽ മാമ്പഴക്കറി റെഡിയായി. ഇനി നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.